ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഒബ്രോൺ മാളിലെ പ്ലേ വേൾഡിൽ പോയിട്ടുണ്ടോ? അത് കൊച്ചിയിൽ ഇടപ്പള്ളിക്കടുത്ത് NH ബൈപ്പാസിലാണ് ഒബ്രോൺ മാളുള്ളത്. അവിടെ ഏറ്റവും ടോപ്പിൽ ഒരു നമ്മുടെ ലുലു മാളിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു പ്ലേ വേൾഡ് ഉണ്ട്. കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കളിസ്ഥലമുണ്ട്, പാർക്ക് പോലെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ലുലു മാളിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക്, അതായത് 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ ഇതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് ഇൻഡോർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വെയിൽ കൊള്ളണ്ട, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ലുലു മാളൊക്കെ ചൂസ് ചെയ്യുന്നത്. വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട, ഏത് കാലാവസ്ഥയിലും നമുക്ക് കുട്ടികൾക്കൊന്ന് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏരിയ ആണ്. എന്തുകൊണ്ടാണ് ലുലു മാളിനെക്കാട്ടിലും ബെറ്റർ എന്ന് പറയാൻ കാരണം വെച്ചാൽ, ഒരു ലുലു മാളിലെ മിക്ക ഇതിലും റൈഡിലും നമ്മളിപ്പോൾ പ്രീ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് കൊച്ചുകുട്ടികൾക്ക് എല്ലാ റൈഡിലും നമുക്ക് കയറാൻ പറ്റില്ല. അതിന് ഒരു ഇതുണ്ട്, എന്താ അതിൻ്റെ കുട്ടികളുടെ ഹൈറ്റ് നോക്കിയിട്ടാണ് അതിൽ കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു 4 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മിക്കവാറും അവർക്ക് ആഗ്രഹിക്കുന്ന റൈഡിൽ കയറാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതൊരു വഴക്കിനുള്ളൊരു കാരണമാവും. അവർ അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിൽ കയറ്റാൻ പറ്റില്ലല്ലോ, ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ മിക്കവാറും വഴക്കുണ്ടാക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഞങ്ങൾ ലുലു മാളിൻ്റെ വാതിൽക്കൽ കൂടെ പോകുമ്പോൾ കുട്ടീനെ അങ്ങോട്ട് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കും. അതിൽ കാറൊക്കെ ഉണ്ടല്ലോ, മുതിർന്നവരുടെയൊക്കെ കൂടെ കയറാം. പക്ഷേ ചെറിയ കുട്ടികളെയും കൊണ്ട് കയറാൻ പറ്റില്ല. കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് പേരൻസിൻ്റെ കൂടെ ആണെങ്കിലും കാറൊക്കെ ഓടിക്കാനായിട്ടൊക്കെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെയാണെന്ന് വെച്ചാൽ ഒബ്രോൺ മാളിൽ ഈ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ കുട്ടികൾക്കും, ഏത് പ്രായത്തിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിലും ഇവിടെ കിടന്ന് കളിക്കാം. അതിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. നമ്മളൊരു കാർഡ് എടുക്കണം. കാർഡ് എടുക്കുമ്പോഴത്തേന് നമുക്ക് 1 ഹവറാണ് അവർ മിക്കവാറും തരാം. 1 ഹവറൊക്കെ ആണെങ്കിൽ 499 രൂപയാണ് ഒരു കുട്ടിക്ക് ചാർജ് വരുന്നത്. എപ്പോഴും ഈ ചാർജ് തന്നെയാണോ അറിയില്ല കേട്ടോ. ഞങ്ങൾ 2 തവണയെ പോയിട്ടുള്ളൂ. 2 തവണയും ഒരു കുട്ടിക്ക് 499 രൂപയായിരുന്നു. പിന്നെ പേരൻസിനും കൂടി കൂട്ടത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ 199 രൂപ എക്സ്ട്രാ വരും. ഞങ്ങൾ ഫസ്റ്റ് ടൈം കയറിയപ്പോൾ ഒരു പേരൻറ്റിന് ഫ്രീ ആയിട്ട് കയറായിരുന്നു. 1 ഹവർ എടുത്താൽ ഹാഫ് ഹവർ ഫ്രീയും ഉണ്ടായിരുന്നു. അപ്പോൾ 1.5 മണിക്കൂർ മൊത്തത്തിൽ കിട്ടി. ഒരു പേരൻറ്റിന് ഫ്രീ ആയിട്ട് കയറാൻ പറ്റി. പിന്നെ എന്തോ കൂപ്പൺ എടുത്തപ്പോൾ 2 പേരൻറ്റിനോട് കയറണം, ഒരു 199 ടിക്കറ്റ് കൂടി തന്നേക്കുമെന്ന് പറഞ്ഞപ്പോൾ അതും ഫ്രീ ആയിട്ട് അങ്ങ് തന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും ഹസ്ബൻഡും വൈഫും ഫ്രീ ആയിട്ട് തന്നെ ആദ്യത്തെ തവണ കയറി. പക്ഷേ രണ്ടാമത്തെ തവണ അത് നടന്നില്ല കേട്ടോ. പേരൻസിന് 2 പേർക്കും കൂപ്പൺ എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് 199 രൂപ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് സോക്സ് യൂസ് ചെയ്യണം. അപ്പോൾ അത് ഒന്നും നമുക്കറിയില്ലായിരുന്നു ആദ്യം ചെന്ന സമയത്ത്. ഞങ്ങളുടെ കയ്യിൽ സോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്കുള്ള സോക്സ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതിനും പേയ്മെൻ്റ് ഉണ്ട്. 70 രൂപയാണെന്ന് തോന്നുന്നു. മുതിർന്നവർക്കുള്ളതിന് 90 റുപ്പീസാണെന്ന് തോന്നുന്നു. അപ്പോൾ അടിയിൽ ഗ്രിപ്പൊക്കെയുള്ള സോക്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലുലു മാളിലേക്ക് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊന്ന് തെറ്റിയ കുഞ്ഞിനെ കാണാണ്ട് പോകില്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ജസ്റ്റ് ഒന്ന് ഫോണിലേക്ക് നോക്കും, അല്ലെങ്കിൽ തിരിഞ്ഞ് നോക്കിയിട്ട് വരുമ്പോൾ കുട്ടി ഏതെങ്കിലും ആ സാധനത്തിലേക്ക് ഓടിച്ചെന്ന് കയറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അങ്ങോട്ട് ഓടിയിട്ടുണ്ടാകും. പിന്നെ ഇതിനിടയിൽ ഭയങ്കര തിക്കും തിരക്കും, അതിനിടയിൽ നമ്മൾ ഓടിച്ചെന്ന് തപ്പിയൊക്കെ കണ്ടുപിടിക്കണം. ഇവിടെ ആ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ ഏരിയ ഉള്ളു കേട്ടോ. പക്ഷേ അതിനകത്തേക്ക് ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഒരാളവിടെ നിൽപ്പുണ്ടാവും. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ടാഗിൽ ടൈം എഴുതി തന്നിട്ടുണ്ട്, എത്ര മണിക്ക് നമ്മൾ ഇറങ്ങണം എന്നുള്ള ടൈമൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗേറ്റ് കീപ്പർ നമുക്ക് തുറന്നു തരും. നമ്മൾ അകത്തേക്ക് കയറുക. പിന്നെ നമ്മൾ ഈ ടൈം കഴിയുന്നത് വരെയും ഗേറ്റ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ടൈം കഴിയുന്നവർക്ക് അവർ ഗേറ്റ് തുറന്നു കൊടുക്കും, പുറത്ത് പോവാം. അപ്പോൾ കുട്ടിയെ പെട്ടെന്ന് കാണാണ്ട് പോകാനും മാത്രമുള്ള സ്പേസ് ഇല്ല. അഥവാ കാണാണ്ട് വേറെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാൽ പോലും കുട്ടി ഇതിന് പുറത്തേക്ക് പോകില്ല, ഇതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പോലും അതിനകത്ത് കിടന്ന് തുള്ളിക്കളിക്കാം. അതുപോലെ തന്നെ കൂടുതൽ പൊടിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, ചെളിയില്ല. പിന്നെ എല്ലാം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇതാണ്. കൂടുതൽ സാധ്യതകൾ കുറവാണ്. അപകടങ്ങൾ ഉണ്ടാക്കുന്ന അധികം സാധനങ്ങളും അതിനകത്തില്ല. കൂടുതലും ഈ ബോൾ കൊണ്ടുള്ള അതാണ് കേട്ടോ ഏറ്റവും അട്രാക്റ്റഡ്. കുട്ടികളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം അതാണ്. കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോളുകളിട്ട ഒരു ഏരിയ ഉണ്ട്. ആ ബോളിനകത്ത് കിടന്ന് കളിക്കാം അവർക്ക്. അതിനകത്ത് വേറെയും സാധനങ്ങളുണ്ട് കേട്ടോ, സ്ലൈഡ് ചെയ്യാനും ഒക്കെയുള്ള ഐറ്റംസ് അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ ചാടാനായിട്ടുള്ള സാധനങ്ങൾ
ഇതൊക്കെ നമ്മൾ പാർക്കിൽ പോകുമ്പോൾ കാണാറുണ്ട്. ഒരു ഇതിൽ 4 പേർക്ക് കയറിയിട്ട് ചാടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ കുട്ടികൾ വഴക്കുണ്ടാക്കി 5ഉം 6ഉം പേര് അതിൽ ചാടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നത് പൊട്ടിപ്പോയാലോ എന്നൊക്കെ ഒരു ഭയം തോന്നാറുണ്ട് അല്ലേ. ഇവിടെ ഓരോ കുട്ടിക്കും ഓരോന്ന് വീതമുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അതുമാത്രമല്ല ഇതിൽ പേരൻസിന് വരെ കയറി ചാടാം കേട്ടോ, അവരൊന്നും പറയില്ല. പിന്നെ മുകളിലൊരു ബാസ്ക്കറ്റ് ബോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാടുന്നിടത്ത് ചാടിക്കൊണ്ട് തന്നെ ബാസ്ക്കറ്റ് ബോളിൽ ബോൾ ഇടാൻ പറ്റും, ബാസ്ക്കറ്റിലേക്ക് ബോൾ ഇടാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കും കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, ഇത്ര നേരം കൊണ്ട് ഇറങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും കുട്ടികൾ ഹാപ്പിയാവും. അതുപോലെ തന്നെ കുറച്ച് നേരത്തേക്ക് നമ്മളും എന്താ പറയുക, ഒന്ന് കുട്ടികളായതുപോലെ തോന്നും. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ബോൾസ്. പിന്നെ അതിനകത്ത് വേറൊരു സാധനം സെറ്റ് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക്. അതിനകത്ത് ഇതിനകത്ത് മാത്രം പേരൻസിന് കയറാൻ പറ്റുള്ളൂ, നമുക്ക് പുറത്തിരുന്ന് കാണാം. ഇത് അവിടെ കുറച്ച് പൈപ്പുകൾ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഹോളിനകത്തൂടെ നമ്മൾ ഈ ബോൾ വെച്ച് കൊടുത്താൽ അത് സക്ക് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് ബോൾ കൊണ്ടുവരും. പിന്നെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ടൈം കഴിയുമ്പോൾ ഇതുപോലെ പിടിച്ചിറക്കിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനൊരു കരച്ചിൽ, അത് പിന്നെ എവിടെ പോയാലും ഉള്ളതാണല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ട